നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ക്ലബ്ബുകളൊക്കെ. ഫെബ്രുവരി 14 ISLന് കിക്ക് ഓഫാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഉദ്ഘാടന മത്സരം കളിക്കും. അപ്പോൾ വിദേശ താരങ്ങളെയൊക്കെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ KBFC. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആരൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ? 6 താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കാം വിദേശ താരങ്ങൾ. അപ്പോൾ 5 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. 6ാമതൊരു സൈനിങ് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. മാർക്കസ് മൊർഹുലാവയെ പോലുള്ളവർ നേരത്തെ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞത് 6 താരങ്ങളെ എത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. കാരണം 13 മത്സരങ്ങൾ മാത്രമേ ആകെ ഉള്ളൂ. അപ്പോൾ അതിന് 6 വിദേശ താരങ്ങളെ ഒക്കെ സ്ക്വാഡിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ സെൻസില്ല. അത് സെൻസിബിളായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കില്ല എന്നായിരുന്നു അദ്ദേഹം നിരീക്ഷിച്ചത്. എന്തായാലും കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ള വിദേശ താരങ്ങൾ ആരൊക്കെയാണ് നമ്മൾ നോക്കിയാണ്. നമ്മൾ മാർലോൺ റൂസ് ട്രോയിലൻ, ബ്ലാസ്റ്റേഴ്സ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജർമ്മനിയിൽ നിന്ന് ആ താരത്തെ കൊണ്ടുവരികയായിരുന്നല്ലോ. അത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം നോഹ്, ലൂണ അങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങൾ അവരെ ലോണിൽ പറഞ്ഞു വിട്ടു. പിന്നെ ഈ സീസണിലേക്ക് കൊണ്ടുവന്നിരുന്ന താരങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം വീണ്ടും പുതിയ താരങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. മാർലോൺ റൂസ് ട്രോയിലോ അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിൽ വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മുൻ PSG വിങ്ങർ കെവിൻ യോക്കിനെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് എത്തിച്ചു. ഫ്രഞ്ച് താരം കെവിൻ യോക്കിനെ ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വിങ്ങറാണ്, പക്ഷേ വേണമെങ്കിൽ മുന്നേറ്റത്തിൻ്റെ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. ആ വേഴ്സറ്റൈലായിട്ടുള്ള പ്ലെയറാണ്. അതും ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. പിന്നെ മുൻ ഗോകുലം കേരള FCയുടെ മിഡ്ഫീൽഡറായിരുന്ന മാറ്റിയസ് ഹെർണാണ്ടസിനെ സ്ക്വാഡിലേക്ക് എത്തിച്ചു. സ്പാനിഷ് താരം മാറ്റിയസ് ഹെർണാണ്ടസ്. സോ അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ സ്ഥാനമുണ്ടാകുമോ അതൊക്കെ കണ്ടറിയണം. ഏതായാലും അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ വിദേശ താരങ്ങളിൽ പെടുന്നു. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് ഫയർ പവർ ആഡ് ചെയ്തത് ഒരു പ്രോളിഫിക് സ്ട്രൈക്കറെ കൊണ്ടുവന്നുകൊണ്ടാണ്. മറ്റാരുമല്ല, അത് വിക്ടർ ബെർത്തോമ്യു. അദ്ദേഹം തീർച്ചയായിട്ടും മുൻകാല ക്ലബ്ബുകളിലൊക്കെ ഗോളടിച്ച് കൂട്ടിയിട്ടുള്ള ആളാണ്. യൂറോപ്പിൽ കളിച്ച് വലിയ രൂപത്തിൽ അനുഭവ സമ്പത്തുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ഫുട്ബോളിലും അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനേറെ ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. സോ മുന്നേറ്റത്തിലേക്ക് ഒരു കിടിലൻ സ്ട്രൈക്കറെ തന്നെ എത്തിച്ചിട്ടുണ്ട് എന്ന് ബെർത്തോമ്യുവിനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പ്രഖ്യാപിച്ച ഒമർ ഭ, ഗിനിയൻ താരം സെൻറ്റർ ബാക്ക്. അപ്പോൾ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ടവറിങ് പ്രസൻസ് ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും ഏതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 5 താരങ്ങൾ മാർലോൺ റൂസ് ട്രോയിലൻ, കെവിൻ യോക്ക്, ഒമർ ഭ, മാറ്റിയസ് ഹെർണാണ്ടസ്, വിക്ടർ ബെർത്തോമ്യു, ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ്. സോ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും അതിപ്പോൾ വിങ്ങിലാണെങ്കിലും അങ്ങനെ, അതുപോലെ തന്നെ സെൻറ്റർ ബാക്കായിട്ടും ഒക്കെ വ്യത്യസ്ത പൊസിഷനുകളിൽ ഫോറിൻ സാന്നിധ്യമുണ്ട്. അവരോടൊപ്പം ഇന്ത്യൻ താരങ്ങളും മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ഇത്തവണ ലീഗിൽ മോശമല്ലാത്തൊരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.